അഞ്ചാമത്തെ എപ്പിസോഡിൽ ഹെയ്ൻ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹ്യുനുവും അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് അവളെ ഹഗ് ചെയ്യുന്നു. ചെറിയ രീതിയിലങ്ങ് മഴ തൂളുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെയ്നെ സൈക്കിളിലൊക്കെ ഇരുത്തിയിട്ട് ഹ്യുനുവും ഒരു മരച്ചുവട്ടിലൊക്കെ പോയി ഇരിക്കുകയാണ്. ഹെയ്നോട് നീ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹിനു ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ ചേച്ചി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയാകട്ടെ അച്ഛൻ ഇലക്ഷനിൽ തോക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞു. കുറച്ച് അരിയും സോപ്പും ഒക്കെ അവർ വാഗ്ദാനം നൽകിയത് കൊണ്ടായിരുന്നു അച്ഛനും തോൽക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ സഹിക്കുവാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ടായിരുന്നു ബീഫൊക്കെ ആയിട്ട് ഞാനും എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചിരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഹെയ്നെ കാണാത്തത് കൊണ്ട് തന്നെ ഫാമിലി മൊത്തത്തില് ഹെയ്നെ അന്വേഷിച്ച് നടക്കുന്നതൊക്കെ അവർ കാണുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഹെയ്നെ അവർ കണ്ടുമുട്ടുന്നു. ആ ഒരു മഴയത്തൊക്കെ അവർ ഹെയ്നെ അന്വേഷിച്ച് വന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും അതിശയം തോന്നുകയാണ്. അവരും ഒന്നും രണ്ടും ഒക്കെ വീട്ടിലെത്തിയതിനു ശേഷം ഹെയ്നോട് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അമ്മയും അവരെ എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് ഹെയ്നോടും ഹിനുവിനോടും ഉറങ്ങിക്കോളുവാനൊക്കെ പറയുന്നു. ഹെയ്ന് മുടിയൊക്കെ ഉണക്കുവാനായിട്ടുണ്ടായിരുന്നു. ഹിനുവും പഴയ ഒരു ഹെയർ ഡ്രയർ ഒക്കെ അവൾക്ക് എടുത്തു നൽകുന്നു. അവളും അതൊക്കെ കൊട്ടിയിട്ട് വർക്കാകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനും പ്രത്യേക രീതിയിലൊക്കെ പിടിച്ചിട്ട് അത് വർക്കാക്കിക്കുകയാണ്. മാത്രമല്ല അവളുടെ മുടിയൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. സൂചോളും ഹെയ്ൻ ഇപ്പോൾ ഉള്ളത് ഹിനുവിന്റെ വീട്ടിലാണെന്നും അവിടെ നടന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇതേന്ന് പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഒക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛന്റെ 60ാമത്തെ പിറന്നാളിന് വരാൻ സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതെന്നൊക്കെ ഹെയ്ൻ പറയുന്നതൊക്കെ കേൾക്കുന്ന അമ്മയാകട്ടെ ഇതുവരെയായിട്ടും ഒരിക്കൽ പോലും അവൾ എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഒന്നും തന്നിട്ടില്ല എന്ന് സ്വയം പറയുന്നു. വില്ലേജിലുള്ള ആളുകൾ എല്ലാവരും കൊണ്ടുവരുന്ന ഫുഡ് മുഴുവൻ തന്നെ ഹെയ്നും കഴിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്കാകട്ടെ 3 ലക്ഷത്തോളം വ്യൂസും വന്നു കഴിഞ്ഞിരിക്കുന്നു. അവളും അവിടെയുള്ള ആൾക്കാരൊക്കെ അവൾക്ക് ഫുഡ് തന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മുറിവൊക്കെ ഹിനുവും ശ്രദ്ധിക്കുന്നു. കയ്യിൽ മാത്രമായിരുന്നില്ല, കാലിലും മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹെയ്നും ഹിനുവും നല്ല രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കും ഡിവോഴ്സിന്റെ കാര്യം ഇനി ചർച്ച ചെയ്യാതിരിക്കാം. അവരും ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ആ ഡിവോഴ്സിന്റെ കാര്യമൊക്കെ അവരെല്ലാവരും തന്നെ മറക്കുന്നു. പക്ഷെ അച്ഛനാകട്ടെ ഈ ഒരു വിവരമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയും ഹ്യുനുവിനെയും ഹെയ്നെയും വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കട്ടെ എന്നായിരുന്നു അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അയാളെ കാണേണ്ട ആവശ്യവും ഇവർക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻ അങ്ങനെ അയാളെ ചെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ അയാളുടെ അടുത്തും അച്ഛൻ ചോദിക്കുകയാണ്. പക്ഷെ അയാളും അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ആകെ ഉള്ളത് അമ്മയാണ്. അമ്മയോട് ഒരു കാര്യങ്ങളും അയാൾ മറച്ചു വെക്കുകയില്ല. പക്ഷെ അമ്മയ്ക്കാകട്ടെ ബോഡിക്ക് ചെറിയ തകരാറൊക്കെ ഉള്ള കൂട്ടത്തിലുമാണ്. അച്ഛനെ കാണുമ്പോഴത്തേക്കും ആ ഒരു അമ്മയാകട്ടെ അച്ഛനെ തന്റെ ഹസ്ബൻഡ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. നീ എന്തുകൊണ്ടാണ് എപ്പോഴും വീട്ടിൽ നിന്നും പോകുന്നത്? നീ എവിടെ പോയാണ് കിടന്നുറങ്ങുന്നത്? എപ്പോഴാണ് നീ വീട്ടിലെത്തിയതെന്നൊക്കെ ആയിരുന്നു അമ്മയും ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു അമ്മ സ്വന്തം മകനെ ഒട്ട് തിരിച്ചറിയുന്നുമില്ല. ഹേനും ഹിനുവും തമ്മിൽ ഇപ്പോൾ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവോഴ്സിന്റെ കാര്യമൊക്കെ എന്നേക്കുമായിട്ട് മറന്നേക്കാമെന്ന് അച്ഛനും കൗൺസിലറുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അയാൾ സമ്മതിക്കുന്നു. ഹ്യൂൻമുവും ഒരു ബാൻഡേഡൊക്കെ അവൾക്ക് ഒട്ടിച്ചു നൽകുകയാണ്. ഇതേ ബാൻഡേഡൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്തും അവൻ നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നീ ഒരിടത്തേക്കും തനിച്ചു പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോകുകയാണെങ്കിൽ നിനക്ക് പരിക്ക് പറ്റുന്നതായിരിക്കുമെന്നൊക്കെ ഹ്യുനുവും അവളെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവളും അവളുടെ കൈയൊക്കെ നോക്കിയിട്ട് ജീവിതത്തെ കുറിച്ച് വരുന്ന ഒരു വരയൊക്കെ അതിലുണ്ട്. ആ ഒരു വര വളരെ ചെറുതാണെന്നും താൻ അധികം കാലം ജീവിച്ചിരിക്കുകയില്ല എന്നുമൊക്കെ അവന്റെ അടുത്തും പറയുന്നു. ക്യാൻസറിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ യൂറോപ്പിൽ ഉണ്ടെന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അസുഖമൊക്കെ മാറുമെന്ന് നീ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹ്യുനു ആകെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഹെയ്നും അവർ പൂർണ്ണമായിട്ടും എന്റെ അസുഖം മാറ്റുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അവർ ഓൾറെഡി ബെസ്റ്റ് ആയിട്ടുള്ളവരാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് നിന്റെ അസുഖം മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന് അവൻ അറിയിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകുവാൻ പേടി തോന്നുകയാണ്. നിനക്ക് മാത്രമല്ല എനിക്ക് അസുഖമുള്ള കാര്യമൊക്കെ അറിയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീയും എന്റെ ഒപ്പം യൂറോപ്പിലൊക്കെ വരാമോ എന്ന് അവളും ചോദിക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഹിനുവും അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവളുടെ അടുത്ത് ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്ന അവനും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവളെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് താൻ അവളെ കിസ് ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹിനു ആദ്യം ആലോചിക്കുന്നത്. അവളെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ശരിയല്ല എന്നൊക്കെ അവൻ ആലോചിക്കുന്നുണ്ടെങ്കിലും തിരിച്ച് അവളുടെ അടുത്ത് ചെന്നാൽ എന്ത് പറയണമെന്ന് പോലും അറിയാത്ത അവനും തിരിച്ച് വീട്ടിലേക്ക് പോകുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഈ ഒരു സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ പിന്നീട് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്ന അവനും അവിടെ നിന്നും പോകുന്നു. അവനും എന്നെ തനിച്ചാക്കി പോയതാണോ എന്നൊക്കെ ഹെയ്ൻ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവൻ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നതുകൊണ്ട് പോയതായിരിക്കുമെന്നൊക്കെ സ്വയം വിചാരിക്കുന്നു. ഹെയ്നും അവന് വേണ്ടി കാത്തു നിൽക്കുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന ഹിനുവും ഇപ്പോൾ ചേട്ടന്റെ ഒപ്പമൊക്കെ ഇരിക്കുകയാണ്.
ചേട്ടനും ഇതുപോലെ പലതവണയും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നുവെന്നും തിരിച്ച് വൈഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ക്ഷമയൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈഫും ക്ഷമിക്കുന്നതായിരിക്കുമെന്നൊക്കെ അറിയിക്കുന്നു. ഹ്യുനുവും ഹെയ്നെ കിസ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരും വീട്ടിൽ പോകാതെ ഇവിടേക്ക് ഇരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവനും ഇനി വീട്ടിലേക്ക് പോക്കൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഹ്യുനുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഹെയ്നാകട്ടെ അവന് മെസ്സേജ് ഒക്കെ അയച്ചു നോക്കുകയാണ്. അതിന് റിപ്ലൈ ആയിട്ട് അവനും നീ ആദ്യം കിടന്നോ എന്നായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് കാണുമ്പോഴത്തേക്കും എന്നാൽ ശരി കിടന്നേക്കാമെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവനെ ജീവനോടെ തിന്നുമെന്നൊക്കെയാണോ അവൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ എന്റെ അടുത്ത് പേടിയാണോ? അങ്ങനെ പേടിക്കുവാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഹെയ്നും സ്വയം ആലോചിച്ചു നോക്കുന്നു. ഹ്യുനുവിനെ അന്വേഷിച്ച് ഹെയ്ൻ എത്തി കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും അവൾ ഉറങ്ങിയതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകുകയുള്ളൂ എന്നുമായിരുന്നു ഹ്യുനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേൾക്കുന്ന അവളും അവിടെ നിന്ന് പോകുന്നു. ഞാൻ ഹെയ്ന്റെ ഒപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കുടിച്ച് ബോധമില്ലാതെയൊക്കെ കിടക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊക്കെ ഹ്യുനുവും പറയുന്നു. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോക്കുകയാണെങ്കിലും എന്നെ തിരിച്ച് വീട്ടിലേക്കൊന്നും കൊണ്ടുപോയി കിടത്തിയേക്കരുതെന്ന് മാത്രമായിരുന്നു ചേട്ടന്റെ അടുത്ത് ഹ്യുനു പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ഹ്യുനുവിന് ഹെയ്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി തുടർന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ മനസ്സിനെയും പറഞ്ഞു പഠിപ്പിക്കുന്നു. എങ്കിൽ പോലും അവൻ അങ്ങനെ അവളെ വെറുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹെയ്നും ഹ്യുനുവിന്റെ ഒപ്പം ഒന്നിച്ച് കിടന്നുറങ്ങാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറെ വർഷമായിട്ട് ഒന്നിച്ചല്ലല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത് തുടർന്നോട്ടെ എന്നും അവൾ വിചാരിക്കുന്നു. ഹ്യുൻവു വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന റൂമിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുവാനായിട്ട് ഹെയിന്റെ അടുത്ത് അവൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഹെയിൻ ഇപ്പോഴും വർക്കിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതും. എന്തുകൊണ്ടാണ് റൂമിലെ സാധനങ്ങളൊക്കെ മാറ്റുന്നതെന്ന് ഹിൻവു ചോദിക്കുമ്പോഴത്തേക്കും ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് അവളും ചോദിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് സാധനമൊക്കെ മാറ്റുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ കെയർലെസ് ആയിട്ടൊക്കെ അവൾ സംസാരിക്കുകയാണ്. അതൊക്കെ കണ്ട സമയത്തായിരുന്നു ഹിൻവുവും തിരിച്ച് അതേ റൂമിലേക്കൊക്കെ എത്തിയതിനു ശേഷം തന്റെ മുറിയിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ ഒരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയ റൂമിലായിരുന്നു അവനും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്നു മുതലാണ് അവർ രണ്ടുപേരും രണ്ട് റൂമിലൊക്കെ കിടന്നതും. ഹെയ്ന് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവളും അതൊക്കെ പുറത്ത് കാണിക്കാതെ ഇരുന്നതായിരുന്നു. പക്ഷെ ഹ്യുൻമുന് തന്റെ വിഷമമൊന്നും മൂടി വെക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഹെയ്ൻ ഗർഭിണിയായിരുന്ന സമയത്തെടുത്ത പിക്ചറൊക്കെ ഇപ്പോഴും അവളുടെ ഒപ്പമുണ്ട്. അവളും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിനക്ക് കരയുവാനുള്ള അധികാരം പോലും ഇല്ല എന്നൊക്കെ ആയിരുന്നു ഹെയ്നും അന്ന് സ്വയം പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഹെയ്നും ഇരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഹിനുവും വീട്ടിലേക്കൊക്കെ മടങ്ങിയെത്തുന്നു. ഹിൻവു റൂമിലെത്തി കഴിയുമ്പോൾ തന്നെ ഹെയ്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അവളും ഹിനുവിനെ കാണുമ്പോൾ തന്നെ അവിടെ നിന്നും പോകുന്നു. ഹെയ്നും ഇപ്പോൾ മടങ്ങി പോകുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാകട്ടെ ആ വില്ലേജിലെ ഒരുപാട് ആൾക്കാരൊക്കെ ഹെയ്നെ കാണുവാനായിട്ടും എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ അടുത്തേക്ക് കൗൺസിലറുടെ അമ്മയൊക്കെ വന്നിരിക്കുകയാണ്. സാധാരണഗതിയിലൊക്കെ സംസാരിച്ച് ഹെയ്ൻ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒന്നുമല്ല, എനിക്കും പണ്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു, നീയും അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ ആ അമ്മയും ഹിനുവിനോട് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടുകയും ആ ഒരു വിഷയമൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഹിനുവിന്റെ അച്ഛനെ കാണുന്ന കൗൺസിലറുടെ അമ്മയും നീ ഇന്നും ഈ വീട്ടിൽ കിടന്നായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഹിനുവിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. അവരപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് തലയ്ക്കൊന്ന് സുഖമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ എല്ലാവരും കൂടി ഹെയ്നോട് പറയുന്നു. കീടനാശിനി ഒന്നും അടിക്കാത്ത കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ അമ്മയും ഇപ്പോൾ ഹെയ്ന് നൽകുകയാണ്. ഹെയ്നോട് ഹെൽത്തി ആയിട്ട് ഇരിക്കുവാനായിട്ട് അമ്മ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹെയ്നും ഹിനുവും കൂടി തിരിച്ചു പോകുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രിൻസിപ്പളുടെ മകൾക്ക് ഹിനുവിനെ ഇഷ്ടമായിരുന്നുവെന്നും അവന് ലവ് ലെറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്നുമുള്ള കാര്യമൊക്കെ ചേച്ചിയും ഹെയ്നോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയ്നും അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കുമെന്നൊക്കെ അവർ വിചാരിക്കുന്നു. ഇന്നലെ ആകട്ടെ അവർ രണ്ടുപേരും ഒന്നിച്ചായിരുന്നില്ല കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കുമാണ് അവർ എത്രത്തോളം സ്നേഹിച്ചിരുന്നു, ഇപ്പോഴെന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ആയിപ്പോയതെന്നൊക്കെ ചേച്ചിയും ഓർക്കുന്നത്. ഇനി പണ്ട് നടന്ന മറ്റൊരു സംഭവം കൂടി കാണിക്കുകയാണ്. ഹെയ്നെ ഇഷ്ടമാണെന്നൊക്കെ ഹിനു പറഞ്ഞ സമയത്ത് ഹെയ്നെ കാണുവാനായിട്ട് ചേച്ചിയും എത്തിയിട്ടുണ്ടായിരുന്നു. ഹിനു വളരെ സ്മാർട്ടും ഹാൻഡ്സമുമാണ്, അതുകൊണ്ടായിരിക്കും നിനക്കും അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എത്ര പശുക്കളുണ്ടെന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ പൂന്തോട്ടത്തിന്റെ സൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ നാട്ടിൽ ഒരേ ഒരു കട മാത്രമേ ഉള്ളൂ, ആ കട ഞങ്ങളുടേതാണ്. അവൻ ഇവിടെ എടുത്തിട്ടുള്ള വീടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചേച്ചി ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തന്നോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്ൻ പറയുകയാണ്. നീയും നിറം മങ്ങിയ തുളകളുള്ള രീതിയിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇടുന്നതെന്ന് ഹിനു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളും പാവപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ,
അതുകൊണ്ട് തന്നെ നീ അവനുമായിട്ട് ബ്രേക്കപ്പ് ആക്കണമെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഞാൻ അവനുമായി ബ്രേക്കപ്പ് ആക്കുകയില്ല എന്നൊക്കെ ഹെയ്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനെ വിവാഹം കഴിക്കുവാനായിട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ട് അവൾക്ക് കുറെ പണം കൂടി നൽകുകയാണ് ചേച്ചിയും. ഹ്യുനു അവിടെ എത്തിയിട്ട് ചേച്ചിയെ വഴക്കൊക്കെ പറയുമ്പോഴത്തേക്കും ചേച്ചിയും ഒന്നുമില്ലെങ്കിലും ഇവള് നിന്റെ ടൈപ്പ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ഹെയ്നും എങ്ങനെയാണ് അവന്റെ ടൈപ്പ് ആളുകൾ എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഹെയ്ൻ വളരെയധികം ദേഷ്യമുള്ള കൂട്ടത്തിലാണല്ലോ. പക്ഷെ അവനാകട്ടെ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ പാവമായിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രല്ല ആ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവൻ ആഗ്രഹിച്ചു. ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയെ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നീ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കേണ്ടതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവും അവളുടെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഹെയ്നും ചേച്ചി കൊടുത്തിട്ടുണ്ടായിരുന്ന പണം കൂടി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ ഹിനുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള മറുപടിയൊക്കെ കേട്ടതിന് ശേഷം ചേച്ചിയും അവരുടെ സ്നേഹമൊക്കെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുമുണ്ടായിരുന്നത്. അത്രത്തോളം സ്നേഹിച്ചിരുന്ന അവര് എങ്ങനെയാണ് ഇത്രത്തോളം പിരിഞ്ഞതെന്നൊക്കെ ആയിരുന്നു ചേട്ടനും ആലോചിക്കുന്നത്. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർ പരസ്പരം ഒന്നും തന്നെ മിണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരുന്നോന്നൊന്നും നീ വിചാരിച്ചേക്കരുത്. ഇന്നലെ ഞാൻ എന്റെ ബെഡിലൊന്നും അല്ലായിരുന്നല്ലോ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിൽ ഉറക്ക ഗുളികകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പട്ടിയുടെ കുരയും കൂടി കാരണം എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമെന്നൊക്കെ അവനും പറയുകയാണ്. മഴ ആയിരുന്നത് കൊണ്ട് തന്നെ അവനും കുടയൊക്കെ നിവർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ മുഴുവനായിട്ടൊക്കെ നനയുകയായിരുന്നു. അത് ഹെയ്ൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും കൂടി നടക്കുന്നു. അപ്പോഴേക്കും വീടിന്റെ അകത്ത് നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന ഊൺസിങ് തനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കുടയിലൊക്കെ ഹെയ്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഹെയ്ന്റെ അമ്മയായിരുന്നു ഊൺസിങ്ങിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ കൈ കഴുകുമ്പോഴത്തേക്കും കയ്യിൽ പേനയുടെ മഷിയൊക്കെ ഉള്ളത് അവളും ശ്രദ്ധിക്കുന്നു. എന്തോരം കഴുകിയിട്ടും അത് പോക്കുന്നുമുണ്ടായിരുന്നില്ല. നേരത്തെ അവളും ഹ്യുനുവിന്റെ അടുത്ത് ജീവിതരേഖയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈനിന്റെ കൂടെ വരുന്ന രീതിയിലായിരുന്നു പേന വെച്ചും ലൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. ഹ്യുനു എവിടെയാണെന്നുള്ള ഐഡിയ ഒന്നും ഹെയ്ന് ഉണ്ടായിരുന്നില്ല. ഹെയ്നും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളപ്പോൾ ഒരേ റൂമിലല്ലേ കിടക്കുന്നതെന്നൊക്കെ ഉൺസിങ്ങും ചോദിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രേസ്കോ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ഉൺസിങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഹെയ്നും ഹ്യുനുവും രണ്ട് റൂമിലേക്കാണ് കിടന്നുറങ്ങുന്നത്. ഹ്യുനു ആകട്ടെ ഹെയ്ന്റെ പേരൻസിന്റെ ശല്യമൊന്നും സഹിക്കുവാൻ സാധിക്കാതെ ഇരിക്കുകയാണ്. എങ്കിൽ പോലും വർക്കിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം പറയണമെങ്കിലും അവൻ സത്യസന്ധമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഏതൊരു കാര്യത്തിലും എപ്പോഴും ഹ്യുനു ആയിരിക്കും പേരൻസിനെ സഹായിക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് ഗ്രീസ്കോയും പറഞ്ഞത്. ഹെയ്നും ഹിനുവും കണ്ടുമുട്ടിയാൽ എപ്പോഴും അടി കൂടുന്നതാണ്. എങ്കിൽ പോലും വർക്കിന്റെ ഏതൊരു കാര്യം ഹിനുവ് പറയുകയാണെങ്കിലും ഹെയ്ൻ അത് മാത്രമേ കേൾക്കുകയുള്ളൂ. നമ്മളുടെ ഈ ഒരു പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഹിനുവ് നമ്മളെ തടയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഹിനുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഊണിസിംഗും ഗ്രേസ്കോയും ഒരുപോലെ പറയുന്നു. സാധാരണഗതിയിൽ വൈഫിന്റെ ആൺസുഹൃത്ത് സ്ഥിരമായിട്ടൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിന്റെ ഹസ്ബൻഡിനോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് അതൊന്നും തന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഉൺസിംഗ് പറയുമ്പോഴത്തേക്കും അവളും അതെല്ലാം തന്നെ കേട്ടിരിക്കുന്നു. പക്ഷെ ഹിനുവിനെ കാണിക്കുമ്പോൾ അവനാകട്ടെ ഏതെങ്കിലും രീതിയിൽ ഉൺസിംഗ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നൊക്കെ കാണുവാൻ സാധിക്കുമോ എന്ന് അറിയുവാനായിട്ട് ജനൽ വഴിയൊക്കെ നോക്കുകയായിരുന്നു. എന്തായാലും അവനെ ഒരിക്കലും വീട്ടിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമല്ല എന്ന രീതിയിലൊക്കെയാണ് ഹിനുവ സംസാരിക്കുന്നത്. മാത്രമല്ല ഹെയ്നും അവനും നല്ലൊരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചും ഹിനു ഇപ്പോൾ ആലോചിക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാ ആളുകൾക്കും പല വീടുകളിലാണ് ഉള്ളതെന്നൊക്കെയാണ് സാധാരണഗതിയിൽ തോന്നുന്നതെങ്കിൽ പോലും ഒരു ബേസ്മെന്റിനെ ചുറ്റിപ്പറ്റി ആയിരുന്നു അവരുടെ എല്ലാവരുടെയും വീടുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബേസ്മെന്റിൽ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതൊരാളുടെ വീട്ടിലേക്കും ഡയറക്റ്റ് ആയിട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ സൂചോൾ പറയുകയും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉത്സങ്ങിനെ അറിയിക്കുകയും ചെയ്യുകയാണ്. ഹ്യുനുവിന്റെ വീട്ടുകാരുടെ ഒപ്പം സന്തോഷത്തോടു കൂടി ഇരുന്ന ഫുഡൊക്കെ കഴിച്ചത് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും അതിനെക്കുറിച്ചൊക്കെ ഹെയ്ന്റെ അടുത്തും പറയുന്നു. നീ സാധാരണ അങ്ങനെ ചിരിച്ചൊന്നും കാണാറില്ലല്ലോ, പ്രത്യേകിച്ച് എന്റെ അടുത്ത് ചിരിക്കാറില്ലല്ലോ എന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് അമ്മ പറയുമ്പോഴത്തേക്കും അമ്മയും എന്റെ അടുത്ത് ചിരിക്കാറില്ലല്ലോ എന്നൊക്കെ ഹെയ്നും തിരിച്ചു ചോദിക്കുകയാണ്. നിന്റെ അടുത്ത് ഞാൻ ഇതിനാണ് അങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവളും പറഞ്ഞു നേര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക, ഞാനില്ലാതെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളും അവിടെ നിന്ന് പോകുന്നു. ഓൺസിങ്ങും സൂചോളും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും അവർ സംസാരിക്കുകയാണ്. സൂചോളും ഹെയ്ന്റെ മുമ്പിൽ താൻ താന്നു കൊടുക്കുന്ന ആളെന്നൊക്കെയാണ് അവന്റെ അടുത്ത് പറയുന്നത്. ക്വീൻസ് ഗ്രൂപ്പിന്റെ കിരീടം അണിഞ്ഞുകൊണ്ട് ഇരിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല.
നീ തന്നെ എന്റെ തോളുകളിൽ നോക്ക്. ഇവിടെയാകട്ടെ ഒരുപാട് ഭാരങ്ങളും ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഞാൻ ചുമന്നുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഹൈറ്റ് പോലും കുറഞ്ഞിട്ടുള്ളത്. എന്റെ അമ്മയ്ക്ക് മന്ത്രവാദിനിയിൽ വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. ആ ഒരു മന്ത്രവാദിനിയാകട്ടെ ഇവിടുത്തെ പ്രസിഡന്റ് അടുത്തത് ആരാകുമെന്നും COVID-19 ഒക്കെ ഉണ്ടാകുമെന്നും പോലും നേരത്തെ തന്നെ പ്രഡിക്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആ മന്ത്രവാദിനാണ് എനിക്കിത് തന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറൊക്കെ അവൻ കാണിക്കുകയാണ്. പ്രേതങ്ങളുടെ ശല്യമൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് സാധാരണഗതിയിൽ മന്ത്രവാദിനികൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പറൊക്കെയാണത്. ഈ ഒരു പേപ്പറൊക്കെ ഞാൻ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഹെയിന്റെ ശല്യമില്ലാതെ എനിക്ക് ഉയരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അമ്മയും ഒത്തിരി പൈസയൊക്കെ കൊടുത്തിട്ടായിരുന്നു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പേപ്പർ എന്റെ കയ്യിലുണ്ടോ എന്ന് അമ്മ ചെക്കും ചെയ്യും. എന്ത് ചെയ്യാനാ, ഹെയിന് ഭയങ്കര ശക്തിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെ അവനും പറയുകയാണ്. ശരീരത്തിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസിനെ ട്യൂമറുമായിട്ട് പൊരുതുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂൺ സെൽസ് ആക്കി മാറ്റിയിട്ട് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് ജർമ്മനിയിലുള്ള ഹെയ്നെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്നത്. പക്ഷെ അവളുടെ രോഗമൊക്കെ എത്രത്തോളം ഭേദമാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല എന്നൊക്കെ അവളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുമ്പോഴത്തേക്കും ഹെയ്നും 51% അവരും ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ലഭിക്കാവുന്നത് വെച്ചിട്ടുള്ള ഏതൊരു ട്രീറ്റ്മെന്റും ചെയ്യുവാനായിട്ട് താൻ തയ്യാറാണെന്നും ഈ ഒരു വഴിയിലൂടെ തന്റെ അസുഖമൊക്കെ ഭേദമാകുമെന്ന വിശ്വാസം തനിക്കുമുണ്ട് എന്നും ഹെയ്ൻ ഡോക്ടറിനോട് പറയുന്നു. നേരത്തെ ഒരു കുട്ടിയൊക്കെ ഇൻക്യുബേറ്ററിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അച്ഛൻ ജ്യൂസ് ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അച്ഛനെ അതേ ഹോസ്പിറ്റലിൽ വെച്ചൊക്കെ ഹെയ്ൻ കാണുകയാണ്. ഹെയ്നും അയാളോട് താൻ എന്നും ജ്യൂസ് ഒക്കെ കുടിക്കുന്ന കൂട്ടത്തിലാണ് എന്നും പക്ഷെ ഇപ്പോൾ കുറച്ചു ദിവസമായിട്ട് തനിക്കത് കൃത്യമായി കുടിക്കുവാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു. അയാളും അവൾക്കൊരു ജ്യൂസൊക്കെ നൽകാമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഓഫീസിലുള്ള എല്ലാവർക്കുമായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കണം. അതായത് 250 ജ്യൂസൊക്കെ ഒരു ദിവസം തനിക്ക് ചെലവാകുമെന്ന കാര്യമൊക്കെ ഹെയ്നും അയാളെ അറിയിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സൂചോളം പണിയുവാനായിട്ട് പ്ലാൻ ചെയ്യുന്ന റിസോർട്ടിന്റെ മാതൃകയൊക്കെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അതിലാകട്ടെ 2 5 സ്റ്റാർ ഹോട്ടലുകളും കുറച്ച് ഷോപ്പുകളും ഫോറിനേഴ്സിന് പറ്റിയ രീതിയിലുള്ള കാസിനോസും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പണിയുവാൻ എത്രത്തോളം തുകയൊക്കെ ചെലവാകുമെന്ന് മുത്തശ്ശനും ചോദിക്കുന്നു. അവനാകട്ടെ 1 ട്രില്യനും 90 ബില്യനും ചെലവാകുമെന്നൊക്കെ മുത്തശ്ശനെ അറിയിക്കുകയാണ്. മുത്തശ്ശനും അവന്റെ പണത്തിന് ചെയ്തോളാനൊക്കെ പറയുമ്പോഴത്തേക്കും അവനാകട്ടെ ഈ ഒരു പണം ഒന്നും തന്നെ മുത്തശ്ശൻ തരേണ്ടതായിട്ടില്ല. ഉൻസിംഗ് ഞങ്ങളുടെ കൂടെ നിൽക്കും. മുത്തശ്ശൻ സമ്മതം നൽകുകയാണെങ്കിൽ ഉൻസിംഗ് ഇതിനുള്ള എല്ലാ തുകയും ചെലവാക്കിക്കോളുമെന്നൊക്കെ അറിയിക്കുകയാണ്. ഉൻസിംഗിന്റെ പണമൊക്കെ വരുന്നത് നേരായിട്ടുള്ള രീതിക്ക് ആയതുകൊണ്ട് തന്നെ ഉൻസിംഗിനെ വിശ്വസിക്കാമെന്ന് അച്ഛനും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും സമ്മതം മൂളുകയാണ്. പക്ഷേ ഹിനുവും പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ആ ഒരു സ്ഥലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ടും ആ ഒരു സ്ഥലത്തിന് ഒരു രീതിയിലുള്ള ലൈസൻസും കിട്ടിയിട്ടില്ല എന്ന കാര്യമൊക്കെ മുത്തശ്ശനെ ഓർമ്മപ്പെടുത്തുന്നു. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ലൈസൻസ് ഒക്കെ തരുന്ന സ്ഥലത്തുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ സൂചികൾ പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയും നമ്മുടെ സ്കോളർഷിപ്പ് ഒക്കെ വെച്ച് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് വിശ്വസിക്കാമെന്ന് അച്ഛനും അറിയിക്കുന്നു. എങ്കിൽ പോലും ആളുകളുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം. ഇത്രയും വലിയൊരു തുകയ്ക്കൊക്കെ പ്രൊജക്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യവും ഇപ്പോൾ ഹ്യുൻവുവും അറിയിക്കുകയാണ്. അതെല്ലാം തന്നെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യുൻവു പറയുന്ന കാര്യങ്ങളിലും സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശനും ഒരു കാര്യം ചെയ്യാം, ഇത് മൊത്തത്തിലൊന്ന് റിവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒരു തീരുമാനം എടുക്കാമെന്നൊക്കെ പറയുകയാണ്. അതായത് സൂചോൾ പറയുന്നത് വെച്ച് മുത്തശ്ശൻ ഈ ഒരു പ്രൊജക്ടിനൊക്കെ സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഹിനുവും പറഞ്ഞത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയാണെങ്കിൽ മാത്രമേ മുത്തശ്ശനും സമ്മതം മൂളുകയുള്ളൂ. ഹണ്ടിങ്ങിന്റെ സമയത്തൊക്കെ ഹിനുവും താമസിക്കാൻ പോയ ഗസ്റ്റ് ഹൗസിലെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ ഹിനുവിനെ കോൾ ചെയ്യുകയാണ്. അന്നത്തെ ദിവസം അവിടെ ഒരു ഗ്യാസിന്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അയാളുടെ ഡാഷ് ക്യാം ഒക്കെ തന്റെ കയ്യിൽ ഉണ്ടെന്നും അയാൾ അറിയിക്കുന്നു. ആ ഒരു മെമ്മറി ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അന്നത്തെ ദൃശ്യങ്ങളെല്ലാം തന്നെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അയാളും അതെല്ലാം തന്നെ ഹ്യുനുവിനെ ഏൽപ്പിക്കുന്നു. അന്നത്തെ ദിവസം അച്ഛന്റെ സഹോദരൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അയാളാണ് അതെല്ലാം തന്നെ ചെയ്തതെന്ന രീതിയിൽ ഒരു തെളിവും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഹ്യുൻവുവും ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നത്. ഹ്യുൻവുവും ഒരു കടയിൽ ചെന്ന് ആ ഒരു മെമ്മറി കാർഡൊക്കെ നൽകി കഴിയുമ്പോഴത്തേക്കും 3 4 ദിവസം കൊണ്ട് തന്നെ അതിന്റെ അകത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഹ്യുനുവിനെ ഏൽപ്പിക്കാമെന്ന് അയാളെ സമ്മതിക്കുന്നു. മുത്തശ്ശന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നത്. അവളാകട്ടെ മുത്തശ്ശന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുത്തോളുവാനും അതിപ്പോൾ അസുഖത്തിന്റെ കാര്യമൊന്നും നോക്കേണ്ടതായിട്ടില്ല എന്നും അറിയിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടോണ്ടിരുന്ന വ്യോംചയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനത്തെ രീതിയിലുള്ള ഫുഡൊക്കെ നൽകുകയാണെങ്കിൽ മുത്തശ്ശൻ എത്രയും വേഗം മരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യം മറ്റും നോക്കുവാനായിട്ട് ഇവിടെ ഡോക്ടേഴ്സും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഗേൾ ഫ്രണ്ടും അറിയിക്കുന്നു.
ഇതിനു മുമ്പ് ഗേൾഫ്രണ്ട് ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എടുത്തതിന് ശേഷം ഇതൊന്നും തന്നെ എനിക്ക് വിശ്വസിച്ച് അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിൽ വല്ലോം നീ വിഷം കലർത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്തുണ്ടാക്കി അച്ഛന് കൊടുക്കുന്നതിന് മുമ്പ് നീ സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ അച്ഛൻ അത് നൽകാവൂ എന്നൊക്കെയാണ് ബ്യോംചു വാശി പിടിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗേൾഫ്രണ്ടും അവിടെ നിന്ന് ആളുകളെ എല്ലാം തന്നെ പുറത്തേക്കൊക്കെ അയക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും വ്യോമചെ വീണ്ടും അവളെ തല്ലുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുമുണ്ട്. പക്ഷെ ഇത്തവണ വ്യോമചെ ആയിരുന്നില്ല, മറിച്ച് ഗേൾഫ്രണ്ട് ആയിരുന്നു മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അവളും അവിടെ ഉണ്ടായിരുന്ന ക്യാമറയൊക്കെ തല്ലി തകർത്തതിന് ശേഷം വ്യോമചെനെ ഭീഷണിപ്പെടുത്തുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ നിന്റെ ശല്യം സഹിക്കുന്നതാണ്. പിന്നെ നീ ക്യൂട്ടാണല്ലോ എന്ന് വിചാരിച്ച് നിന്നെ ഞാൻ വെറുതെ വിട്ടതായിരുന്നു. എന്തായാലും ഇനി നീ എന്റെ ഇടയ്ക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞ് അവളും വ്യോമചിക്കിട്ട് തല്ലുന്നുമുണ്ട്. മുത്തശ്ശന്റെ അടുത്ത് വന്ന് വ്യോമചയും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. നീ അവളെ തല്ലുവാനാണ് സാധ്യത എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷെ ഗേൾഫ്രണ്ടും ഇപ്പോൾ വളരെ പാവമായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ട് അവൾ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് എതിരായിട്ട് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ അവളിൽ നിന്ന് തല്ലിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ്. മുത്തശ്ശനും ഈ ഒരു കാര്യത്തിലും വ്യോംചിക്കെതിരായിട്ട് നിൽക്കുന്നു. വ്യോംചയും ഓരോ തവണ വിവാഹം കഴിച്ച് ആ ഒരു വിവാഹമൊക്കെ പിരിയുന്ന സമയത്ത് സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ ഉണ്ട്. ആ ഒരു ഏജൻസി ഇപ്പോൾ വളരെയധികം വലുതായി കഴിഞ്ഞിരിക്കുന്നു. അവളും തിരികെ അതേ ഏജൻസിയിലേക്ക് ചെല്ലുകയാണ്. വ്യോംച സോൽഹിയുടെ 2-3 ഫോട്ടോസ് ഒക്കെ കൊടുത്തതിന് ശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയാണിത്. ഇത്രയും കാലം അവൾ പാവത്താനെ പോലെയൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിലും ഇത്തവണ അവൾ എന്നെ തള്ളുക വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്നാണ് വ്യോംചയും ഇപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററോട് പറയുന്നത്. ഹെർസൈനയുമായിട്ടുള്ള മറ്റൊരു മീറ്റിംഗിനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഹെയ്ൻ. പക്ഷെ അവളും എല്ലാവരും പോയതിനു ശേഷം നടക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളും പണ്ടത്തെ പോലെ തന്നെ ആ ഒരു മഞ്ഞുള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന ഒരു തോന്നലിലൊക്കെ നിൽക്കുകയാണ്. അവൾക്ക് നടക്കുവാനായിട്ട് സാധിക്കാതെ മുന്നോട്ട് അവൾ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും വീഴുവാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ അപ്പോഴേക്കും ഉൻസിങ് എത്തുകയും അവളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗ് ഒക്കെ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കാം എന്നൊക്കെ ഉൻസിങ് പറയുന്നുണ്ടെങ്കിലും അവളും ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഉൻസിങ്ങും അവളെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ലിഫ്റ്റിന്റെ അടുത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് ഹിനുവിനെ അവൾ കാണിക്കുകയാണ്. ഹിനുവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനോട് പോകുവാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ലിഫ്റ്റിലും കയറുന്നു. നിന്റെ ഫേസ് എന്താ ആകെ ഡള്ളായിട്ടിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ ഉൻസിങ്ങും അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അസുഖം ഉണ്ടായിരുന്നാൽ കൊള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ എന്നൊരു മറുപടി ഹെയ്നും നൽകുന്നു. പിന്നീട് അവളും കൂളായിട്ടൊക്കെ ആ ഒരു മീറ്റിംഗിലും പങ്കെടുക്കുകയാണ്. ഇനി ഗ്രേസ്കോനെ കണ്ടതിന് ശേഷം ഹെയ്ൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെക്കപ്പ് ഒന്നും ചെയ്യാറില്ല എന്നൊക്കെ ഉൻസിങ്ങും ചോദിക്കുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഒരേ സ്ഥലത്താണ് ചെക്കപ്പ് ചെയ്യുന്നതെങ്കിലും അവൾ മാത്രം മറ്റൊരിടത്താണ് അത് ചെയ്യുന്നതെന്ന കാര്യം ഗ്രേസ്കോയും അറിയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏത് സ്ഥലമാണെന്ന് കണ്ടെത്തുവാൻ ഉൻസിങ്ങും അറിയിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ബ്ലഡ് സെൽസിന്റെ കൗണ്ട് ഒക്കെ വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് ജർമ്മനിയിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവളും ഡോക്ടറിനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അവളുടെ പിറകെ ഡോക്ടർ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ അവൾക്ക് ഒരു രീതിയിലുള്ള വേദനകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ട്യൂമറും പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതായിരിക്കുമെന്ന് ഡോക്ടറിന്റെ അടുത്ത് അവൾ പറയുകയാണ്. അപ്പോഴേക്കും നേരത്തെ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ഒക്കെ വ്യോമച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളും അവളുടെ കൈയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുവാനായിട്ട് അതേ ഹോസ്പിറ്റലിൽ എത്തിയതായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് വ്യോമച്ചയും കേൾക്കുന്നു. വ്യോമച്ചയും എല്ലാ കാര്യങ്ങളും ഹെയ്ന്റെ അടുത്ത് നിന്നും അറിയിക്കുകയാണ്. വ്യോമച്ചയ്ക്കും ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. അവളാകട്ടെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് ഡോക്ടറും പറഞ്ഞു. അവളും അന്ന് ഒരുപാട് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവളെ സമാധാനപ്പെടുത്തുവാനും പോയി. പക്ഷെ നിനക്കറിയാമോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് അവളാണ്. അവൾക്ക് ഒരു കുഴപ്പവുമില്ല. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് പണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചികിത്സിച്ചാൽ മാറാത്ത രീതിയിലുള്ള ഒരസുഖങ്ങളും ഈ ഒരു ലോകത്ത് പോലും ഇല്ല എന്നൊക്കെയാണ് വ്യോമച്ച പറയുന്നത്. എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ഹിനുവിന് മാത്രമേ അറിയിക്കുകയുള്ളൂ. നീയായിട്ട് വീട്ടിൽ ആരെയും തന്നെ ഈ വിവരവും അറിയിക്കരുതെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും വ്യോമച്ചയും ആരോടും പറയുകയില്ല എന്ന് വാക്ക് നൽകുന്നു. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ട്രീറ്റ്മെന്റ് നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും ഉടനെ തന്നെ ജർമ്മനിയിൽ പോകുന്നതായിരിക്കുമെന്നൊക്കെ ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അവളുടെ അസുഖം വേഗം മാറുന്നതായിരിക്കുമെന്ന് വ്യോമച്ചയും വിശ്വസിക്കുകയാണ്. മാത്രമല്ല നേരത്തെ ക്യാൻസർ വന്ന ഒരു ഫ്രണ്ടൊക്കെ തനിക്കുണ്ടെന്ന് വ്യോമച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സ്ത്രീയെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആരും ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഫ്രണ്ടിനെയൊക്കെ കോൾ ചെയ്തിട്ട് അവളിപ്പോൾ എവിടെയാണ്, അവളുടെ നമ്പറൊക്കെ മാറിയോ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുന്നു. പക്ഷെ അപ്പോളായിരുന്നു അവൾ മരണപ്പെട്ടു പോയ കാര്യമൊക്കെ വ്യോമിച്ചയും അറിയുന്നത്. വ്യോമിച്ച ജയിലിലായിരുന്നത് കൊണ്ടാണ് അന്ന് ഈ ഒരു വിവരമൊന്നും വ്യോമിച്ച അറിയാതെയും പോയത്. പക്ഷെ പെട്ടെന്ന് അവൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വ്യോമിച്ചയ്ക്ക് ആകെ സങ്കടമാണ് തോന്നുന്നതും. വ്യോമിച്ചയും ആ ഒരു ഫ്രണ്ടും അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഹെയ്ന്റെ കൂടി കാര്യം ഓർക്കുമ്പോൾ അവൾക്ക് ആകെ വിഷമം തോന്നുന്നു. മുത്തശ്ശനെ ഗ്രേസ്കോയും
ഉൺസിംഗും കൂടി ചേർന്നിട്ട് ഒരു മ്യൂസിയം ഒക്കെ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതാകട്ടെ നെപ്പോളിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ നെപ്പോളിയൻ തന്റെ ഒരു റോൾ മോഡൽ ആണെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഉൺസിംഗും ഓർക്കുകയാണ്. അന്നാകട്ടെ ഉൺസിംഗ് ഉണ്ടായിരുന്നത് ഒരു ഓർഫനേജിലൊക്കെ ആയിരുന്നു. ആ ഒരു സ്ഥലത്ത് മുത്തശ്ശനും പ്രസംഗിക്കുവാനായിട്ട് എത്തി. ആരോരുമല്ലാതിരുന്ന നെപ്പോളിയന് ലോകം തന്നെ കീഴടക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് വലിയ ആളുകളാകുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ മോട്ടിവേഷൻ ഒക്കെ നൽകുന്നു. പണ്ട് കാലത്തുള്ള നെപ്പോളിയന്റെ ഒരു ഒറിജിനൽ പെയിന്റിംഗ് ഒക്കെ തന്റെ കയ്യിൽ ഉണ്ട് എന്നും അത് മുത്തശ്ശന് ഗിഫ്റ്റായിട്ട് നൽകാമെന്നുമൊക്കെ ഉൺസിംഗ് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനും ഒരുപാട് സന്തോഷമാക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ചെരുപ്പ് കടയിലൊക്കെ ആയിരുന്നു ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ചെരുപ്പ് കട തന്നെ ഞാൻ സ്വന്തമാക്കി. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ഒരു മിറാക്കിളായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും അതേന്ന മറുപടി ഉൾസിംഗും പറയുകയാണ്. പക്ഷെ അവന്റെ മുഖത്തും മറ്റൊരു രീതിയിലുള്ള ചിരിയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഉൺസിംഗിന്റെ ഫ്ലാഷ് ബാക്കിനും മുത്തശ്ശന്റെ ഈ ഒരു സ്റ്റോറിക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഹെയ്ൻ പെട്ടെന്ന് ജർമ്മനിക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ്. ഹ്യുനുവിനെ നീ വിളിച്ചായിരുന്നോ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ബിസി ആണെന്നും എന്നാൽ ഞാൻ കൂടെ വരട്ടെ എന്നൊക്കെ വ്യോമിച്ച് ചോദിക്കുമ്പോഴത്തേക്കും തനിച്ചു പോകാനാണ് തനിക്ക് താല്പര്യമെന്നും പറഞ്ഞ് ഹെയ്നും പോകുന്നു. ഹ്യുനുവു വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴത്തേക്കും നിനക്ക് മാത്രമല്ല ഹെയ്ന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ അവളെ നീ ജർമ്മനിയിലേക്ക് തനിച്ചയച്ചു തൊട്ടത് തന്നെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവിന്റെ അടുത്ത് വ്യോം ചെയ്യും ദേഷ്യപ്പെടുന്നു. ഹെയ്ന് വിമാനത്തിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവു കോൾ ചെയ്തിട്ടൊന്നും തന്നെ കോളും പോകുന്നുണ്ടായിരുന്നില്ല. ഹിനുവ ഫ്രണ്ടിനെ കാണുവാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വളരെ നല്ലതായത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിക്കൊണ്ട് ഒരു പാർട്ടിയൊക്കെ വയ്ക്കാമെന്നായിരുന്നു ഫ്രണ്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സകല ഫ്രണ്ട്സിനെയും കോളും ചെയ്യുന്നു. ഹിൻവുവും പാർട്ടിക്ക് പോകുവാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും ജർമ്മനിയിലെ കാലാവസ്ഥയൊക്കെ നോക്കിയിരിക്കുകയാണ്. നിന്നോട് ഞാൻ വൈഫിനെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുവാനായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നുമില്ല എന്ന മറുപടിയൊക്കെ ഹ്യുൻവുവും നൽകുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്ന ഹെയ്നും അവിടെ വെച്ച് പല രീതിയിലുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഹ്യുൻവുവും ഒരു വീഡിയോ ഒക്കെ കാണിക്കുകയാണ്. ഇത് നമ്മളുടെ ഡ്രാമയ്ക്ക് തുടങ്ങിയ സമയത്ത് കാണിച്ച വീഡിയോയാണ്. എന്തൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അവളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അതൊന്നുമല്ലാതെ മറ്റൊരു ആഗ്രഹമൊക്കെ പറയുവാനായിട്ട് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഹണിമൂണിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നൊക്കെ ഹൈൻ പറയുന്നതും ഹ്യുൻവു ഇപ്പോൾ കാണുകയാണ്. അങ്ങനെ ഹ്യുൻവുവും ഓടി ജർമ്മനിയിലേക്കൊക്കെ എത്തുന്നു. ഡോക്ടറും അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആകട്ടെ അവളുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പോൾ നടക്കുകയില്ല. അതായത് ഹെയിന്റെ ശരീരത്തിൽ നിന്നും ഇമ്മ്യൂൺ സെൽസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നതായിരുന്നല്ലോ ഇവരുടെ ദൗത്യം. പക്ഷെ അങ്ങനെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേജിലല്ല അവളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നും കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കാമെന്നുമാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഹെയിന്റെ കയ്യിൽ ഇല്ലാത്തതും സമയം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഹെയിനും തിരിച്ചു പോകുവാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് തിരിച്ചു പോകുവാനായിട്ട് തോന്നുന്നില്ല. പണ്ട് ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് ഹണിമൂണിനൊക്കെ പോയ സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഹെയ്നുള്ളത്. ഹെയ്നും ഇപ്പോഴുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആകെ കാലിന് വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഹ്യുനുവിന്റെ ശബ്ദമൊക്കെ അവൾ കേൾക്കുന്നു. പിന്നീട് നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഹ്യുനു എത്തിയിട്ടുമുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇടുവാനായിട്ട് ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നതല്ലേ എന്ന് ചോദിച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഷൂസ് ഒക്കെ എടുത്തിട്ട് അവനും ഇപ്പോൾ അവൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നെങ്കിലും അവളെ കാണാതായത് കൊണ്ട് തന്നെ ആദ്യം ഹിനു ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവളും ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അവനും ഊഹിച്ചു. അങ്ങനെ ആയിരുന്നു ഹെയ്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവനും അറിയിക്കുന്നു. നീ എന്റെ അടുത്ത് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഹെയ്ന്റെ അടുത്ത് ഹിനു അറിയിക്കുകയാണ്. നീയല്ലേ എന്നോട് എന്നെ ഒരിക്കലും നീ കരയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വിവാഹത്തിന് ശേഷം ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കാറ് വാഷ് ചെയ്യുന്ന സമയത്തും എല്ലാം തന്നെ ഞാൻ കരയുമായിരുന്നു. മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പും ഞാൻ കരയും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഒപ്പം കിടക്കാതിരുന്നിട്ടുണ്ടായിരുന്നതും എന്നൊക്കെ അവനും അറിയിക്കുന്നു. പണ്ടത്തേത് പോലെ അല്ല ഇപ്പോൾ. നമ്മളിപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹ്യുനു അറിയിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. നിനക്ക് നേരത്തെ ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട്
ഹെയ്നും കരയൊക്കെയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ കരയുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്റെ ഒപ്പം വീട്ടിൽ പോക്കൊക്കെ മാത്രമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവളും കരഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്യുന്നു. പിന്നീട് അവർ കിസ്സും ചെയ്ത് ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡിന് അവസാനം ഹെയ്ന് ഹ്യുനുവും കൂടെ ഒന്നിച്ച് ഹ്യുനുവോയുടെ വീട്ടിൽ നിന്ന് മടങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് കാറിൽ വെച്ച് ഹ്യുനുവും നേരത്തെ ഹെയ്ൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അതായത് അവളുടെ കയ്യിൽ ഇനി അധികം കാലം ജീവിക്കുകയില്ല എന്ന രീതിയിലാണ് വരയൊക്കെ ഉള്ളതെന്ന്. അവനും സ്വന്തം കയ്യിലെ രേഖകൾ നോക്കിയതിനു ശേഷം അവളുടെ കയ്യിൽ ചെറുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പേന വെച്ച് അവളുടെ കയ്യിലെ രേഖയും നീട്ടി വരയ്ക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെങ്തൊക്കെ ഒരുപാട് കൂട്ടുന്നു. പിന്നീട് അവൾ ഉറങ്ങുന്നത് നോക്കി ചിരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ 5-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.